പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടുവാൻ വന്നിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതം ആദ്യം നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ലഭിക്കുന്നതാണ്. നമ്മളതിന് വില കൊടുത്ത് നിൽക്കണം. ദൈവത്തിൻ്റെ പൈതൽ പറഞ്ഞാണ് ദൈവം ആദ്യം നമുക്ക് ദാനമായി ദൈവം തരും. കൃപയാൽ ദൈവം നമുക്ക് നല്ല മനോഹരം നടത്തി തരുന്നു. ദൈവത്തിൻ്റെ ദാനമായി തന്നു. പിന്നെ നമ്മൾ അതിന് വില കൊടുത്ത് നിൽക്കണം. അല്ലേ, വില കൊടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പാപം ഉപേക്ഷിച്ച്, ലോകമോഹങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് നിന്ന് കൊടുക്കണം. ഇതാണ് ക്രിസ്തീയ ജീവിതം. ദേവദാസന്മാർ കഷ്ടപ്പെട്ടതാണ്. വചനം പറയാനല്ലേ, ഓസ്ട്രേലിയയിൽ നല്ല പാസ്റ്റർമാരും എല്ലാം ഈ ദേശത്തിലോ ഇന്ത്യയെമ്പാടും ലോകമെമ്പാടും ദൈവത്തിൻ്റെ 12 ശിഷ്യന്മാരും ഉൾപ്പെടെ എല്ലാ ലോകത്തെമ്പാടും സുവിശേഷം വ്യാപിച്ചു. ദൈവത്തിന് 2 വരെ സുവിശേഷം എല്ലായിടത്തും വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഒരു മക്കളും സുവിശേഷം കേട്ടിട്ടില്ല എന്ന് പറയരുത്. അതിന് അവരുടെ ദൈവം എല്ലാം പുതിയ പുതിയ സഭകളെ പൊതുവെ അവരുടെ ദൈവമക്കളെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ, ഈ കാലത്ത് അതായത് പട്ടിണി പരിവേശങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല. അനേകർക്ക് സമ്പന്നരായി ദരിദ്രന്മാരും എല്ലാമായി ജീവിക്കുന്നു. പക്ഷേ ഒരു കാര്യം ചോദിക്കാനാണ്, അവർ ലോകത്തെ നോക്കിയാണ് ജീവിക്കുന്നത്. ഇനി എന്ത് എന്ന് കരുതിയാണ് ജീവിക്കുന്നത്. മരണശേഷം മരണം എന്ന സന്തോഷത്തിൻ്റെ മീൻസ് മരണം സന്തോഷമായി തീരണമെങ്കിൽ, അതായത് നിത്യജീവിതം, ഈ ഏറി വന്നാൽ 80 വയസ്സ്, അത് കഴിഞ്ഞാൽ നിത്യജീവിതം മനുഷ്യർക്കുള്ളതാണ്. അത് സ്വർഗത്തിലുള്ളതാണ്. അത് ചിന്തിച്ചാണോ മനുഷ്യൻ ജീവിക്കുന്നത്? അതോ ലോകത്തിൽ വളരണം, സമ്പന്നനാക്കണം, സ്ഥലം വാങ്ങിക്കൂട്ടണം, മക്കളെ പഠിപ്പിക്കണം, വലുതാക്കണം, ഉന്നതനാകണം, ഇതെല്ലാം നല്ലത് തന്നെ. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചാണ്, ദൈവത്തെ നോക്കിയാണോ? ദൈവം നടക്കുന്ന വഴിയിലാണോ? ദൈവം നമ്മൾ നടത്തിയിരിക്കുന്ന വഴിയിലാണോ? ദൈവം നമ്മളോട് നടക്കാൻ പറഞ്ഞിരിക്കുന്ന വഴിയിലാണോ? ക്രിസ്തുവിൻ്റെ വഴിയിലാണോ? പ്രിയരെ, ക്രിസ്തുവിൻ്റെ നാമം അതിശയനാമം, നാമം. യേശു നാമം അതിശയനാമം, നാമം. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവമക്കളെ, ലോകം തരുന്ന സുഖം എന്തോരമുണ്ട്. മദ്യം തരുമോ? ലോകസമാധാനം. മയക്കുമരുന്നുകൾ തരുമോ? ലോകസമാധാനം. കൂട്ടുകാർ തരുമോ? സമാധാനം തരുമോ? ലോകസമാധാനമല്ല. സമാധാനം തരുമോ? ഒന്നും തരില്ല. കൂടി നൈമിഷികമായ സമാധാനം തരും. ക്രിസ്തുവാണ് നിത്യമായ സമാധാനം തരുള്ളൂ. ദൈവമക്കളെ, നിങ്ങൾക്ക് വചനം കേൾക്കാത്തവരായിരിക്കാം. ക്രിസ്തുവിൽ തിരിയുക, ക്രിസ്തേശുവിൽ വിശ്വസിക്കുക, വചനം മായമില്ലാതെ പാൽ കുടിക്കുക. ദൈവമക്കളെ, നിങ്ങൾ വചനം ബൈബിൾ വായിക്കുക. ഈ ബൈബിൾ എന്ന് പറയുന്നത്, അതായത് ഇറ്റ്സ് ലൈക്ക് എ ഹോളി ബൈബിൾ. നമ്മൾ എപ്പോഴും വായിക്കണം. ഇറ്റ്സ് എ റീഡിങ് ബുക്ക്. അതിന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രം വായിക്കുന്നതല്ല, നമ്മൾ തുടരെ വായിച്ചുകൊണ്ടിരിക്കണം. ഞാനും വായിക്കുമ്പോൾ എനിക്കൊരു സുബോധ്യം വന്നു. എന്തു പറഞ്ഞാൽ, പള്ളി കാര്യങ്ങൾ ഇതൊന്നുമല്ല. പള്ളി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ഈ പള്ളിയിൽ പോയി വഴിപാടും തീർത്ഥയാത്രയും എല്ലാം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. പുണ്യപ്രവർത്തികളും. നീ രക്ഷിക്കപ്പെടുന്നതിൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെടണമെങ്കിൽ നീ ദൈവത്തോട് ഏറ്റു പറയണം, വിലപിക്കണം. പുണ്യപ്രവർത്തിയോ സഹായമൊക്കെ ഒന്നും കുഴപ്പമില്ല. അത് ചെയ്തുകൊണ്ട് സുഖത്തിൽ പോകുന്ന അതൊന്നും കരുതണ്ട. നിൻ്റെ ആത്മാവിനെ എടുപ്പാക്കിയാൽ മാത്രമേ കിടക്കാൻ കഴിയുള്ളൂ. ലോകത്തിൻ്റെ സുഖമല്ല. ലോകത്തിൽ നീ നാളത്തെ ഓർത്ത് വിലപിക്കുന്നതിന് എന്നോടും കൂടിയാണ്. എൻ്റെ നാളത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നത്. എൻ്റെ കർത്താവ് നിനക്കെല്ലാം ഒരുക്കിയിരിക്കുന്നുള്ളൂ. പിന്നെ നീ എന്തിന് പേടിച്ചിരിക്കുന്നു? സ്തോത്രം. പ്രിയരെ, ഭയപ്പെടേണ്ട. വിശ്വാസം നാശിക്കുന്ന നാളത്തിന് അവർ നിശ്ചയമാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ വിശ്വസിപ്പിൻ. നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിപ്പിൻ. അനേക ഭാഗങ്ങൾ ബൈബിളിലുണ്ട്. നിങ്ങളുമായി പങ്കുചേരാൻ. ലോകത്തിൽ ഇന്ന് പലതും ലോകത്തിൽ നടക്കുന്നതെന്ന് നമുക്കൊന്നും അറിയുന്നില്ല. ലോകം ഇരുണ്ടിലേക്ക് പോവുകയാണ്. ബൈബിൾ നിറവേറി വരികയാണ്. പ്രിയരെ, ബൈബിൾ വചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് സമാധാനത്തിൻ്റെ നാളുകൾ വരുന്നു. അന്ത്യനാളുകൾ വരുന്നു. ലോകാവസാനത്തോടെ എന്തോന്നും അറിയില്ല. കാഹളനാദം മുഴങ്ങുമ്പോൾ വിശുദ്ധരായ നാം പറന്നു വരണം. അതിന് എന്തു വേണം? അല്ലേ, പലരും കേട്ടിട്ടുണ്ടാവില്ലേ എന്താണ് ഈ കാഹളനാദം? അതിലൊരു കഥ പോലെ വിചാരിച്ചിരിക്കുന്നത്. വളരെ ദൈവം 1 ബെത്ലഹേമിൽ
മരിച്ചുയർത്ത് എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? എൻ്റെ പിതാവിൻ്റെ ഗ്രഹത്തിൽ വീട്ടിൽ ധാരാളം ഇടമുണ്ട്, ഞാനവിടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് വീട് പണിയാൻ നിങ്ങൾക്ക് പണിയാൻ പോകുന്നു, പോയിട്ട് വേഗം വരാം. അപ്പോൾ രണ്ടാമതും വരും തന്നെ വിശ്വസിക്കുന്നത്. അതായത് ഒരു മാഗ്നറ്റ്, ഒരു കമ്പി കുറേ അതായത് കമ്പി നമുക്ക് തുടങ്ങിയത് ആകർഷിച്ചെടുക്കുന്നത്. എന്തുകൊണ്ട് ആകർഷിച്ചെടുക്കുന്നു? അതിൻ്റെ ആകർഷ വലയം ഉള്ളതുകൊണ്ട് മാത്രം. അല്ലാത്ത കണ്ട ചെളിയോ തടി കഷ്ണോ പ്ലാസ്റ്റിക്കോ ഒന്നും വലിച്ചെടുക്കല്ലോ. പിന്നെ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരാകുകയും എങ്കിൽ മാത്രമേ അവർ രണ്ടാമതും പോയിടാൻ പറ്റുകയുള്ളൂ. ഒറ്റൊരു കോൺസെപ്റ്റുള്ള ഈ ലോകത്തിലെ ജീവിതത്തിൽ ഒറ്റൊരു കോൺസെപ്റ്റുള്ള വിശുദ്ധവാൻ ജീവിക്കുക. നമ്മുടെ സ്വർഗം, നമ്മുടെ ഭവനം സ്വർഗമാണ്. ദാറ്റ് ഈസ് കോൺസെപ്റ്റ്. ഇത്രേ ഉള്ളൂ. വിശുദ്ധമായി ജീവിക്കുക. ലോകമോഹങ്ങൾ, അല്പനേരത്തേക്കുള്ള പിടിച്ചേക്ക് വേണ്ടി കള്ളങ്ങൾ ഒന്നും വേണ്ട, അഹങ്കാരം വേണ്ട. എന്നെ എന്തൊരു അഹങ്കരിക്കും, കൂടി എന്തൊരു അഹങ്കരിക്കും, ഒന്നുമില്ല. നീളം വേണ്ട, എളിമപ്പെടുക. പ്രിയരെ, നിങ്ങളുമായി അനേക കാര്യങ്ങൾ എനിക്ക് പങ്കിടുവാനുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ സാധിക്കുകയാണെങ്കിൽ പറ്റും. ദൈവം തന്നാലല്ലാതെ ഒന്നും നമുക്കില്ല. ഇത് നിങ്ങൾക്ക് മാനസികമായി സ്വസ്ഥപ്പെട്ടിരിക്കുകയാണോ? നിങ്ങൾ വചനം കേൾക്കുവിൻ, നല്ല വചനം കേൾക്കുവിൻ. ഇതിന് സ്തോത്രം. ബൈബിൾ വായിക്കുവിൻ. വിശുദ്ധിയെ തികച്ച് നാം മുന്നേറാം. ഇതിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ യേശു ക്രിസ്തുവിനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൃപയാൽ അനേകം കാര്യങ്ങൾ പറയാനുണ്ട്, അത് പങ്കുവയ്ക്കണം. ആരും സുവിശേഷം വചനം കേട്ടില്ല എന്ന് ആരും പറയാണ്ട് വരുത്തരുത്. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.